നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. വികസന ചിറകിൽ കുതിക്കാൻ കേരളം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. നടപ്പിലാക്കുക 10,000 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. അന്താരാഷ്ട്ര കപ്പൽചാലിൽ കേരളത്തിന്റെ പേര് സുവർണ്ണ ലിപികളിൽ എഴുതപ്പെടുമെന്നും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പുതിയ അധ്യായമെന്നും മുഖ്യമന്ത്രി. 2, 3, 4 ഘട്ടം ഒരുമിച്ച് 2028 പൂർത്തിയാക്കും. കേരള ജനതയുടെ അതിവേഗ യാത്രാമോഹത്തിന് ഗതിവേഗം പകർന്ന മെട്രോമാൻ ശ്രീധരൻ. തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ കേന്ദ്ര നിർദ്ദേശമെന്ന് ഇ ശ്രീധരൻ. DMRCക്ക് നിർമ്മാണ ചുമതല. പൊന്നാനിയിൽ ഓഫീസ് തുടങ്ങി. 70% മേൽപ്പാത, 20% തുരങ്കപാത. ഭൂമി വേണ്ടത് 10% മാത്രം. ഇനിയെങ്കിലും ആ മഞ്ഞക്കുറ്റിയൊന്ന് ഊരിക്കളയാമോ എന്ന് രമേശ് ചെന്നിത്തല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം സമർപ്പിക്കാതെ പ്രതികൾക്ക് ഇടക്കാല ജാമ്യത്തിന് SIT കളമൊരുക്കിയെന്ന് VD സതീശൻ. സ്വർണ്ണക്കൊള്ളയിലെ പ്രതികൾ CPM സംരക്ഷണയിലെന്ന് സണ്ണി ജോസഫ്. ജനങ്ങൾ വിമർശിക്കുമ്പോൾ കാണാനും കേൾക്കാനും തയ്യാറാകണമെന്ന് ബിനോയ് വിശ്വം. 27-ന് പ്രതിഷേധ സംഗമത്തിന് UDF. സെൻട്രൽ മോട്ടോർ വാഹന ചട്ട ഭേദഗതി കേരളത്തിലും കർശനമാക്കി. ചലാൻ കിട്ടിയാൽ 45 ദിവസത്തിനുള്ളിൽ പിഴയടയ്ക്കണം. വർഷത്തിൽ 5 ചലാൻ കിട്ടിയാൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും. ചലാൻ കുടിശ്ശികയുള്ള എല്ലാ വാഹനങ്ങളും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുമെന്നതടക്കം ഭേദഗതിയിൽ. T20 ലോകകപ്പിൽ ബംഗ്ലാദേശിന് പകരം സ്കോട്ട്ലാൻഡ് കളിക്കും. ഗ്രൂപ്പ് സിയിലായിരിക്കും സ്കോട്ട്ലാൻഡ്. ICC നടപടി. ഇന്ത്യയിൽ കളിക്കാനാകില്ലെന്ന് ബംഗ്ലാദേശ് ആവർത്തിച്ചതോടെ ലോകകപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നതോടെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന് കോടികളുടെ വരുമാന നഷ്ടമുണ്ടാകുമെന്ന് വിലയിരുത്തൽ. അമേരിക്കയുടെ താരിഫ് ഭീഷണി മറികടക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം നിർണായക ഘട്ടത്തിൽ. ഇന്ത്യയോട് കൂടുതൽ അടുക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ. റിപ്പബ്ലിക് ദിനത്തിൽ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിശേഷിപ്പിക്കുന്ന ചരിത്ര കരാർ ഒപ്പിടും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണവും ദേശീയപാതയിലേക്കുള്ള പോർട്ട് റോഡും ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം വിസ്മയമായി മാറിയെന്നും ഇടതു സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വിജയമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. തുറമുഖ പദ്ധതിയിലെ 10 വർഷത്തെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവ് കുറവുകൾ പരിഹരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി. അതേസമയം തുറമുഖ നിർമ്മാണത്തിലെ ഉമ്മൻചാണ്ടിയുടെ പങ്കും ഓർമ്മിപ്പിച്ചാണ് അദാനി പോർട്സ് MD കരൺ അദാനി വേദിയിൽ സംസാരിച്ചത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സമ്പൂർണ്ണ വികസനമാണ് 2ാം ഘട്ടത്തിൽ പൂർത്തിയാകുന്നത്. 10,000 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2028 പൂർത്തിയാകും. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയപാത ബൈപ്പാസിലേക്കുള്ള പോർട്ട് റോഡിന്റെ ഉദ്ഘാടനവും നിർവഹിക്കപ്പെട്ടു. പദ്ധതി നിർമ്മാണവുമായി ബന്ധപ്പെട്ട സർക്കാർ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ വിവരിച്ച മുഖ്യമന്ത്രി ഇടതു സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വിജയമായി വിഴിഞ്ഞം തുറമുഖം രാജ്യത്ത് തന്നെ വിസ്മയമായി മാറിയെന്നും ചൂണ്ടിക്കാട്ടി. ഇതൊന്നും കേരളത്തിന് പറ്റിയ കാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ആക്ഷേപിച്ചവരും പരിഹസിച്ചവരുമുണ്ടായിരുന്നു. പക്ഷേ ആ ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും നമ്മൾ മറുപടി നൽകിയത് ഇതുപോലുള്ള അനേകം പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ്. ഉദ്ഘാടന വേദിയിൽ സംസാരിച്ച മന്ത്രിമാർ പിണറായി സർക്കാരിന്റെ നേട്ടമായി വിഴിഞ്ഞം തുറമുഖത്തെ അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടിയപ്പോൾ പിന്നാലെ സംസാരിച്ച പ്രതിപക്ഷ നേതാവാകട്ടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ആദരവ് പറഞ്ഞാണ് തുടങ്ങിയത്. ഈ 10 വർഷക്കാലം പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായ കുറവുകൾ എണ്ണിപ്പറഞ്ഞു. റോഡ് ഔട്ട്റീച്ച് നമ്മൾ പൂർത്തിയാക്കുമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. നമുക്ക് ഇതുവരെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. 11 വർഷം കഴിഞ്ഞിട്ട് 1ാം ഘട്ടം 2019 പൂർത്തിയാകുമ്പോൾ റെയിൽ ഔട്ട്റീച്ച് നമ്മൾ പൂർത്തിയാക്കുമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ 5 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ടിയിരുന്ന റെയിൽ ഔട്ട്റീച്ച് 11 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ പൂർത്തിയാക്കിയില്ല. ഈ പദ്ധതിയുടെ ആരംഭ ദിശയിൽ തന്നെ ഒരു മത്സ്യബന്ധന തുറമുഖവും ഒരു മത്സ്യ സംസ്കരണ പാർക്കും ഉണ്ടായിരുന്നു.
അത് നമുക്ക് ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അതേസമയം ഏതെങ്കിലും ഒരു സർക്കാരിന്റെ മാത്രം വിജയമല്ല വിഴിഞ്ഞം തുറമുഖമെന്നും എല്ലാവരുടെയും ഒറ്റക്കെട്ടായുള്ള പരിശ്രമമാണെന്നും അദാനി പോർട്ട് MD കരൺ അദാനി ചൂണ്ടിക്കാട്ടി. ഒപ്പം ഉമ്മൻചാണ്ടിയുടെ പങ്കും എടുത്തു പറഞ്ഞു. Vizhinjam is the result of sustained political will across administration and across party lines. It is only right to acknowledge the foundational role played by the late Shri Oman Chandi ji, under whose leadership this project was awarded and given its initial momentum. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ നാടിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം മുന്നണികൾക്ക് പ്രചാരണ വിഷയമാകുമ്പോഴാണ് ഉദ്ഘാടന വേദിയിലും പദ്ധതിയുടെ വിജയശില്പികൾ ആരാണെന്ന് ഉയർത്തിക്കാട്ടാൻ മത്സരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിന് പുതിയ അതിവേഗ റെയിൽവേ പദ്ധതിയുമായി ഇ ശ്രീധരൻ. DPR തയ്യാറാക്കാൻ ഇ ശ്രീധരനുമായി റെയിൽവേ ധാരണയായി. 3.25 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് എത്താവുന്ന റെയിൽ പദ്ധതിക്ക് 1 ലക്ഷം കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കേരയിൽ പദ്ധതി പൂർണ്ണമായും തള്ളിയാണ് പുതിയ അതിവേഗ പാതയുടെ പദ്ധതി തയ്യാറാക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് 3.25 മണിക്കൂർ കൊണ്ട് എത്താനാകുന്ന ട്രെയിന് മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയുണ്ടാകും. റെയിൽവേ ലൈനിന്റെ 60% ആകാശപാതയും 20%-ഓളം ഭൂഗർഭ പാതയുമാണ്. ഏതാണ്ട് 10% മാത്രമാകും സാധാരണ ലൈൻ. സിൽവർ ലൈൻ പദ്ധതി പോലെ കേരളത്തെ രണ്ടായി വിഭജിക്കാത്ത പുതിയ പാതയ്ക്കായി 25 മീറ്റർ വീതിയിൽ മാത്രമാകും ഭൂമി ഏറ്റെടുക്കേണ്ടി വരിക. നിർമ്മാണത്തിന് ശേഷം ഫില്ലർ നൽകുന്ന സ്ഥലം ഒഴിച്ച് ബാക്കി ഭാഗം ഉടമസ്ഥർക്ക് തന്നെ നിയന്ത്രണത്തോടെ വാടകയ്ക്ക് നൽകും. തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം, കൊട്ടാരക്കര, അടൂർ വഴി കോട്ടയത്തെത്തി എറണാകുളം നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി തൃശൂർ, കുന്നംകുളം, എടപ്പാൾ, കരിപ്പൂർ വിമാനത്താവളം, കോഴിക്കോട് വഴി കണ്ണൂരിലെത്താവുന്ന രീതിയിലാണ് പുതിയ റെയിൽ വരിക. അതിവേഗ പാതയ്ക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പങ്കാളികളായ പുതിയ കമ്പനി രൂപീകരിക്കും. 59% റെയിൽവേയും 41% സംസ്ഥാന സർക്കാരും വഹിക്കേണ്ടി വരും. കൊങ്കൺ റെയിൽവേയിൽ നിന്നും 40,000 കോടി വായ്പയായും ബാക്കി 60,000 കോടി രൂപ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ലഭ്യമാക്കേണ്ടിയും വരും. 5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന പദ്ധതിക്കായി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പ്രതിവർഷം 6,000 കോടി രൂപ വീതം വകയിരുത്തേണ്ടി വരും. 560 യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന മിനിമം 7 കോച്ചുകളുള്ള ട്രെയിനുകളാണ് ഉപയോഗിക്കുക. 5 മിനിറ്റ് ഇടവേളകളിൽ ട്രെയിൻ സർവീസ് നടത്താനാകും. സിൽവർ ലൈൻ പദ്ധതി നിലച്ചതോടെ വഴിമുട്ടി നിൽക്കുന്ന കേരളത്തിന്റെ അതിവേഗ യാത്ര സ്വപ്നങ്ങൾക്ക് ഇ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിയിലൂടെ വീണ്ടും ചിറക് മുളയ്ക്കുകയാണ്. ഭൂമി ഏറ്റെടുക്കൽ കാര്യമായ തടസ്സമുണ്ടായില്ല എങ്കിൽ 5 വർഷം കൊണ്ട് കേരളം പുതിയ വേഗത്തിൽ സഞ്ചരിക്കും. അമൃത ന്യൂസ്, മലപ്പുറം. അതേസമയം ഈ സർക്കാരിന്റെ കാലത്ത് ഒരു റെയിൽ പദ്ധതിയും വരാൻ പോകുന്നില്ലെന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പരിഹാസം. കേരളിന്റെ സ്ഥിതി എന്താണെന്നായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. ഇ ശ്രീധരനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ആ മഞ്ഞക്കുറ്റി അവിടുന്ന് മാറ്റി ജനങ്ങളെ രക്ഷിക്കണമെന്നാണ് രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇനി ഇതുപോലെ പലതും പറയും. ഈ സർക്കാരിന്റെ കാലത്ത് ഒന്നും നടക്കാൻ പോകുന്നില്ല. KV തോമസ് പറഞ്ഞ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് 46 ലക്ഷം രൂപ CPM പയ്യന്നൂർ MLA TI മധുസൂദനൻ അടക്കമുള്ളവർ തട്ടിയെടുത്തുവെന്ന ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണനെ തള്ളി CPM. കുഞ്ഞികൃഷ്ണനെതിരെ അച്ചടക്ക നടപടിക്കൊരുങ്ങുകയാണ് CPM. അതിനിടെ കുഞ്ഞികൃഷ്ണനെതിരെ പയ്യന്നൂരിൽ പലയിടത്തും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. CPM-നെ പിടിച്ചുകുലുക്കുന്ന വെളിപ്പെടുത്തലാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ നടത്തിയത്. 2016 കൊല്ലപ്പെട്ട ധനരാജിന്റെ പേരിൽ സമാഹരിച്ച രക്തസാക്ഷി ഫണ്ടിൽ നിന്നും 46 ലക്ഷം രൂപ CPM പയ്യന്നൂർ MLA TI മധുസൂദനൻ അടക്കമുള്ളവർ തട്ടിയെടുത്തു എന്നതാണ് വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇക്കാര്യം അറിയാമെന്നും കുഞ്ഞികൃഷ്ണൻ പറയുന്നു. മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനോട് താൻ ഇക്കാര്യം പറഞ്ഞിരുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തി. ധനരാജിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാനും കേസ് നടത്തലുമായിരുന്നു ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ദേശം. എന്നാൽ 2021 വരെ കണക്കുകൾ അവതരിപ്പിച്ചിരുന്നില്ല. 2020-ൽ ഏരിയ സെക്രട്ടറിയായ താൻ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും ഒന്നും ലഭിച്ചില്ല. 2021-ലെ സമ്മേളനത്തിന് തൊട്ടുമുൻപ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ തന്നെ ചുമതലപ്പെടുത്തിയപ്പോഴാണ് വിചിത്രമായ കണക്കുകൾ കണ്ടെത്തിയത് എന്നും അദ്ദേഹം പറയുന്നു. വീട് നിർമ്മാണത്തിന് 34.75 ലക്ഷത്തിന്റെ ചെക്ക് നൽകി എന്നായിരുന്നു കണക്ക്. എന്നാൽ ചെക്ക് പരിശോധിച്ചപ്പോൾ 29.75 ലക്ഷം രൂപ കോൺട്രാക്ടറുടെ അക്കൗണ്ടിലേക്കും 5 ലക്ഷം രൂപ അന്നത്തെ ഏരിയ സെക്രട്ടറി KP മധുവിന്റെ അക്കൗണ്ടിലേക്കും പോയതായി കണ്ടെത്തി. ഏരിയ കമ്മിറ്റിയുടെ കെട്ടിട നിർമ്മാണത്തിന് 40 ലക്ഷം രൂപ ഉപയോഗിച്ചുവെന്നും പറയുന്നു. എന്നാൽ കെട്ടിടം പണിക്കുള്ള ഫണ്ട് അവിടെയുണ്ടായിരുന്നു.
രക്തസാക്ഷി ഫണ്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. വ്യാജ രസീത് പ്രിന്റ് ചെയ്യിപ്പിച്ചുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ പൊരുതി തോറ്റിട്ടാണ് ഇപ്പോൾ ഈ തുറന്നു പറച്ചിലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പാർട്ടിക്കകത്ത് ഇത് നിരന്തരം ഉന്നയിച്ചിട്ടും പരിഹാരമാകുന്നില്ല എന്ന ഒരു ഘട്ടത്തിലാണ് ജനങ്ങളോട് തുറന്നു പറയുക എന്ന ഒരു നിലപാട് ഞാൻ സ്വീകരിച്ചത്. അതിന് ഒരു പുസ്തകം എഴുതുക എന്ന ഒരു രീതിയാണ് ഞാൻ അവലംബിച്ചത്. അതേസമയം വെളിപ്പെടുത്തലിന് പിന്നാലെ കുഞ്ഞികൃഷ്ണനെതിരെ പയ്യന്നൂരിൽ വ്യാപക പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. തടവറകളും ഇടിമുറുകളും വിളിച്ച നാളുകളിൽ വിശുദ്ധൻ എവിടെയായിരുന്നു എന്നാണ് പോസ്റ്ററിൽ ചോദിക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളടക്കം ചർച്ച ചെയ്യാൻ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം നാളെ ചേരും. പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ പരസ്യ പ്രസ്താവനയിൽ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ കുഞ്ഞികൃഷ്ണനെതിരെ അച്ചടക്ക നടപടിക്കും സാധ്യതയേറെയാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാക്കൾ. മനഃപൂർവ്വം കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകിപ്പിച്ച് പ്രതികൾക്ക് ഇടക്കാല ജാമ്യത്തിന് SIT കളമൊരുക്കിയെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചത്. പ്രതികളെ CPM സംരക്ഷിക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വിമർശിച്ചപ്പോൾ പാർട്ടി ജീർണതയുടെ വക്കിലാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. സർക്കാർ സമ്മർദ്ദത്തെ തുടർന്ന് ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാതെ കുറ്റവാളികൾക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം SIT ഒരുക്കി നൽകുകയായിരുന്നുവെന്നാണ് VD സതീശൻ ആരോപിച്ചത്. അന്വേഷണത്തിലും കുറ്റപത്രം സമർപ്പിക്കുന്നതിലും SITക്ക് വീഴ്ചയുണ്ടായെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സുപ്രീം കോടതിയിലും പോയി, ഹൈക്കോടതിയിലൊക്കെ പോയി, ജാമ്യം കിട്ടിയില്ല. അപ്പോൾ പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടാനുള്ള അവസ്ഥ SIT ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ സമ്മർദ്ദമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽപ്പെട്ട നേതാക്കളെ CPM സംരക്ഷിക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ആരോപിച്ചു. സ്വർണ്ണക്കൊള്ളയിലെ ശരിയായ അന്വേഷണത്തിനായി കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിക്കും. 27-ന് സെക്രട്ടേറിയറ്റിന് മുന്നിലും DCCകളുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റുകൾക്ക് മുന്നിലും പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ട, മോഷ്ടിക്കപ്പെട്ട ആ കേസിന്റെ ശരിയായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നതാണ്. CPM ജീർണിച്ച പാർട്ടിയായി മാറിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. ഗത്യന്തരമില്ലാതെയാണ് സഖാക്കൾ പ്രതികരിക്കുന്നത്. ശബരിമല കേസിൽ SITക്ക് സർക്കാരിന്റെ സമ്മർദ്ദമുണ്ട്. വർഗീയ വിഷം ചീറ്റാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചതെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദഹിക്കാൻ പറ്റാത്ത വണ്ണമുള്ള ആശയ പാപ്പരത്വവും ആശയദാരിദ്ര്യവും നേരിടുന്ന ഒരു പാർട്ടിയായിട്ട് ആ പാർട്ടി മാറിയിരിക്കുകയാണ്. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി സോണിയാഗാന്ധിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. CPM എത്തിയിരിക്കുന്ന അപജയത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് സോണിയാഗാന്ധിക്കെതിരെ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. രാഷ്ട്രീയക്കാരാകുമ്പോൾ ആളുകൾ ഫോട്ടോ എടുക്കുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. CPM എത്തിയിരിക്കുന്ന അപജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സോണിയാഗാന്ധിയുടെ പേര് പറയുന്നത്. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത TV. പാലക്കാട് ജില്ലയിൽ സീറ്റുകൾ വെച്ചുമാറാൻ കോൺഗ്രസും മുസ്ലിം ലീഗും ധാരണയായി. പട്ടാമ്പി മുസ്ലിം ലീഗിനും കോങ്ങാട് കോൺഗ്രസിനും നൽകാൻ ധാരണയായിട്ടുണ്ടെന്നാണ് വിവരം. കോങ്ങാട് മണ്ഡലത്തിൽ KPCC ജനറൽ സെക്രട്ടറി തുളസി ടീച്ചർ, രമ്യ ഹരിദാസ്, പാലക്കാട് നഗരസഭാ കൗൺസിലർ വിപിൻ എന്നിവരാണ് പരിഗണനയിലുള്ളത്. പട്ടാമ്പിയിൽ മുസ്ലിം ലീഗിലെ MA സമദിന്റെ പേരാണ് മുൻഗണനയിലുള്ളത്. ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം അബ്ദുൾ റഷീദ് എന്നിവരെയും പരിഗണിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടത്തിന് പിന്നാലെ പട്ടാമ്പി സീറ്റ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുകയായിരുന്നു. 2020 തകർക്കാൻ LDFും UDFും ആസൂത്രിതമായി ശ്രമിച്ചപ്പോഴാണ് NDAയിൽ ചേരാൻ തീരുമാനിച്ചതെന്ന് സാബു ജേക്കബ്. ഏറെ നാളത്തെ ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം. NDA പ്രവേശനത്തിന് പിന്നാലെ പാർട്ടി വിട്ടവരെ കുറ്റം പറയാനില്ല. എന്നാൽ പുതുതായി ഒരുപാട് പേർ പാർട്ടിയിലേക്ക് എത്തിയെന്നും സാബു ജേക്കബ് പറഞ്ഞു. 2020യുടെ NDA പ്രവേശനത്തിൽ വിശദീകരണം നൽകുകയായിരുന്നു പാർട്ടി അധ്യക്ഷൻ സാബു M ജേക്കബ്. 2020യെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കണമെന്ന് തീരുമാനിച്ച് LDFും UDFും ആസൂത്രിതമായി ആക്രമിച്ചു. പാർട്ടിയെ തുടച്ചു നീക്കാനുള്ള ശ്രമമുണ്ടായപ്പോഴാണ് NDAയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. മുന്നണി പ്രവേശനത്തിൽ സംസ്ഥാന ഘടകത്തിലും ജില്ലാ ഘടകത്തിലും ചർച്ച നടത്തിയിരുന്നു. NDAക്കൊപ്പം ചേരുന്നതിലായിരുന്നു ഭൂരിഭാഗത്തിന്റെയും അഭിപ്രായമെന്നും സാബു ജേക്കബ് പറഞ്ഞു. 2020 പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലുമെല്ലാം ചർച്ച ചെയ്ത് വളരെ മുമ്പ് തന്നെ തീരുമാനമെടുത്തുള്ളൊരു കാര്യമാണ്. ഈ ചർച്ചയിൽ പലരും സ്വതന്ത്രമായിട്ട് തന്നെ നിന്നാൽ മതി എന്നുള്ള അഭിപ്രായക്കാരുണ്ടായിരുന്നു. UDFിൻ്റെ കൂടെ ചേരണമെന്നുള്ള അഭിപ്രായമുള്ള ആളുകളുണ്ടായിരുന്നു. എന്നാൽ LDFിൻ്റെ കൂടെ കൂടണമെന്ന് ഒരാൾ പോലും അഭിപ്രായമുണ്ടായിരുന്നില്ല. അതേ സമയത്ത്
ഭൂരിപക്ഷം ആളുകളും NDAയുടെ കൂടെ ഭാഗമാകണം എന്നുള്ള അഭിപ്രായമാണ് അവിടെ രേഖപ്പെടുത്തിയത്. അങ്ങനെ ആ യോഗത്തിൽ യുക്തമായ തീരുമാനമെടുക്കാനായിട്ട് പാർട്ടി അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നുണ്ടായ, ആരും അറിയാതെ, ആരോടും ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനമാണ് എന്നുള്ളത് വസ്തുതാവിരുദ്ധമാണ്. 2020 BJPയിൽ ലയിച്ചു എന്നത് തെറ്റായ വ്യാഖ്യാനമാണ്. BJPക്കൊപ്പം ചേരുമ്പോൾ തങ്ങളുടെ ആശയങ്ങളും മൂല്യങ്ങളും ബലി കഴിക്കില്ല. തീരുമാനത്തിൽ പ്രതിഷേധിച്ച 2020 വിട്ടുപോയവരെ കുറ്റം പറയില്ല. സ്വാഭാവികമായി വിട്ടുപോകൽ മാത്രമാണ് ഇപ്പോൾ ഉണ്ടായത്. ഇനിയും ആളുകൾ വിട്ടുപോയേക്കാം. ഒരാൾ പോകുമ്പോൾ 100 പേർ വരും. ഇത് മാറ്റത്തിന്റെ തുടക്കമാണെന്നും സാബു ജേക്കബ് വ്യക്തമാക്കി. 2016 സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപം കൊണ്ടു കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ അതിൽ നിന്ന് വിട്ടുപോയി. അന്നും ഇത് നടന്നിരുന്നു. പക്ഷേ പാർട്ടി വീണ്ടും ശക്തിയായി മുന്നോട്ട് പോയി. ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഇതും ഞങ്ങളെ സംബന്ധിച്ചൊരു പരിണാമമാണ്. ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായ ഒരു തീരുമാനം ഞങ്ങളെടുത്തു. ഒരു പ്രാദേശികമായിട്ട് ഒരു പ്രദേശത്ത് മാത്രമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ദേശീയ തലത്തിലേക്ക് വളർന്നു. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന തലത്തിലേക്ക് വളർന്നു. ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് പറയുന്നവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ടോ എന്നും സാബു ജേക്കബ് ചോദിച്ചു. ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇടതും വലതും നടത്തുന്നത്. NDA പ്രവേശനത്തിലൂടെ 2020 ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്നാൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്നതിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നും സാബു ജേക്കബ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, കൊച്ചി. കുവൈറ്റിൽ തണുപ്പ് അതിശക്തമായി തുടരുന്നു. കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില -3 ഡിഗ്രി സെൽഷ്യസായി രേഖപ്പെടുത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അഹമ്മദിയിലും ജുലൈയിലും 2 ഡിഗ്രി സെൽഷ്യസും ഫയലക്കയിൽ 3 ഡിഗ്രി സെൽഷ്യസുമായി താപനില താഴ്ന്നു. വരും ദിവസങ്ങളിൽ താപനില കുറഞ്ഞത് 5-11 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഞായറാഴ്ച വരെ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിങ്കളാഴ്ച മുതൽ ഉയർന്ന താപനിലയോടെ കാലാവസ്ഥ സ്ഥിരതയുള്ളതാകുമെന്നും റിപ്പോർട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരായ അപകീർത്തികരമായ പരാമർശം നടത്തിയ KB ഗണേഷ് കുമാറിനെതിരെ ഷറഫിയ OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി ജിദ്ദ ഓഫീസിൽ ശക്തമായ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ഗണേഷ് കുമാറിനെ പോലുള്ളവർ എത്രത്തോളം അധിക്ഷേപങ്ങൾ നടത്തിയാലും ഉമ്മൻചാണ്ടിയുടെ ജനകീയ പ്രതിച്ഛായയ്ക്കും സൽപ്പേരിനും യാതൊരു കറയും പതിയില്ലെന്നും ജനകോടികളുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം നേടിയ സ്ഥാനം ആരും കവർന്നെടുക്കാനാകില്ലെന്നും അവർ വ്യക്തമാക്കി. അസീസ് ലാക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി KB ഗണേഷ് കുമാറിനെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് പ്രതിഷേധ സംഗമം സമാപിച്ചത്. ഇസ്മായിൽ കൂരിപ്പോയിൽ, ഫൈസൽ മക്കരപ്പറമ്പ്, EP മുഹമ്മദ് അലി, കമാൽ കള്ളപ്പാടൻ, ഉസ്മാൻ കുണ്ടുകാവൽ, മുജീബ് റഹ്മാൻ കാളികാവ്, സാജു റിയാസ് എന്നിവർ പ്രസംഗിച്ചു. ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ചാർജിംഗ് സ്റ്റേഷനുകൾ വർദ്ധിപ്പിച്ചതായി ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി അറിയിച്ചു. ദുബായ് നഗരത്തിലെ വിവിധ മേഖലകളിലായി 1860-ലേറെ ചാർജിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അൾട്രാ ഫാസ്റ്റ് സ്റ്റേഷനുകൾ, എക്സ്പ്രസ് ചാർജിംഗ് സ്റ്റേഷനുകൾ, പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകൾ, വാൾ മൗണ്ട് സ്റ്റേഷനുകൾ എന്നിങ്ങനെ 4 തരം ഗ്രീൻ ചാർജിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിട്ടുള്ളത്. RTA വെബ്സൈറ്റ്, സ്മാർട്ട് ആപ്ലിക്കേഷനുകൾ വഴി ഇവയുടെ ലൊക്കേഷൻ മനസ്സിലാക്കാം. നിലവിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ ഉപയോഗിക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം 23,600 ആയി. രജിസ്ട്രേഷൻ നടത്തി 1 മണിക്കൂറിനുള്ളിൽ ഉപഭോക്താക്കൾക്ക് ചാർജിംഗ് സ്റ്റേഷനുകൾ ഉപയോഗിക്കുവാൻ സാധിക്കും. ദുബായിൽ വീടുകൾക്ക് മുൻപിൽ വാഹന പാർക്കിംഗ് ഷെഡ്യൂൾ ആവശ്യമുള്ളവർക്ക് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വഴി അപേക്ഷ നൽകാം. വാഹന പാർക്കിങ്ങിനായി പ്രത്യേക സ്ഥലമുള്ളവർക്കാണ് അനുമതി നൽകുക. അനുമതിയുള്ള കരാർ കമ്പനികൾക്കാകും നിർമ്മാണ ചുമതല. റോഡരികിലെ സൂചനാ ബോർഡുകൾ മറയും വിധം ഷെഡ്യൂൾ നിർമ്മിക്കുവാൻ പാടില്ല. വഴിയാത്രക്കാർക്കും ഷെഡുകൾ ബുദ്ധിമുട്ടുണ്ടാകരുത്. ദുബായ് RTA അനുവദിക്കുന്ന നിറത്തിലും രൂപത്തിലുമായിരിക്കണം ഷെഡുകൾ നിർമ്മിക്കേണ്ടത്. തൃശൂരിൽ പഴഞ്ഞിക്കാരൻ പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന കുന്നംകുളം പെരുന്നാൾ 2ാം പതിപ്പ് അടുത്ത മാസം 1-ന് നടക്കും. ഹിസൈസസ് അമിറ്റി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന പെരുന്നാൾ ആഘോഷം നടൻ ആസിഫ് അലി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 12 മണിക്ക് പെരുന്നാൾ കൊടികയറും. ഗജസംഗമം, പെരുന്നാൾ തലേക്കെട്ട് വയ്ക്കൽ, 51 കലാകാരന്മാരുടെ ചെണ്ടമേളം, ശിങ്കാരിമേളം, കൊടിക്കയറ്റം എന്നിവയുടെ വിവിധ സമയങ്ങളിലായി നടക്കും.
IM വിജയൻ, BK ഹരിനാരായണൻ അടക്കമുള്ള സാമൂഹിക കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തും. വിനീത് ശ്രീനിവാസൻ ഷോ, സ്റ്റീഫൻ ദേവസി ഷോ, രാഗദീപം ബാൻഡ് സെറ്റ് എന്നിവയും അരങ്ങേറും. കുന്നംകുളം പെരുന്നാൾ പ്രസിഡന്റ് ഷാജു സൈമൺ, കൺവീനർമാരായ സരിൻ ചീരൻ, റോഷൻ സത്യൻ, സോനു ഷാജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. അമേരിക്കയുടെ താരിഫ് മറികടക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം നിർണായക ഘട്ടത്തിൽ. ഈ റിപ്പബ്ലിക് ദിനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര കരാർ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായി ഒപ്പുവയ്ക്കാനൊരുങ്ങുന്നു. എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായ ഉർസുല വോൺ ഡെർ ലയൻ കരാറിനെ വിശേഷിപ്പിച്ചത്. Next weekend, I will travel to India. There's still work to do. But we are on the cusp of a historic trade agreement. Indeed, some call it the mother of all deals. ഇപ്രാവശ്യത്തെ റിപ്പബ്ലിക് ദിനത്തിൽ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈനും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയുമാണ് പ്രധാന അതിഥികൾ. അതിനുശേഷം 27-ന് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടി നടക്കും. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാകും കരാറിനെ കുറിച്ചുള്ള അന്തിമ പ്രഖ്യാപനം വരിക. 200 കോടി ജനങ്ങൾ കരാറിലൂടെ ഒന്നിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ ഉറപ്പു പറയുമ്പോൾ കരാർ നിർണായക ഘട്ടം പിന്നിട്ടു എന്ന് ഉറപ്പാവുകയാണ്. ആഗോള GDP-യുടെ ഗണ്യമായ പങ്കിനെയാകും ഈ കരാർ നിയന്ത്രിക്കുക. ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ 3ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് യൂറോപ്യൻ യൂണിയൻ. 2023-24 കാലഘട്ടത്തിൽ മാത്രം ഇരുവിഭാഗവും തമ്മിലുള്ള വ്യാപാരം $120 ബില്യൺ കടന്നിരുന്നു. ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇത് ഇരട്ടിയായി വർദ്ധിക്കും. ടെക്സ്റ്റൈൽ, ആഭരണങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, കാർഷിക വിഭവങ്ങൾ എന്നീ മേഖലകളിൽ ഈ കരാർ ഇന്ത്യക്ക് മുതൽക്കൂട്ടാകും. യൂറോപ്യൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ സുരക്ഷിത നിക്ഷേപം നടത്താൻ ഈ കരാർ ഉറപ്പു നൽകുന്നു. ഇത് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആത്മനിർഭർ ഭാരത് പദ്ധതിക്കും കരുത്താകും. ഇന്ത്യൻ IT കമ്പനികൾക്കും യൂറോപ്പിൽ വലിയ അവസരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ചില വെല്ലുവിളികൾ ഇന്ത്യക്ക് മുന്നിലുണ്ട്. അതിലൊന്നാണ് യൂറോപ്പിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് കാർബൺ വികിരണത്തിന്റെ പേരിൽ ഏർപ്പെടുത്തുന്ന പ്രത്യേക നികുതി. ക്ഷീരരംഗത്തുള്ള നിയന്ത്രണങ്ങൾ എടുത്തു കളയാനും ഇന്ത്യ തയ്യാറാകില്ല. ഇതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുമെന്നാണ് വിദഗ്ധരുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. സെൻട്രൽ മോട്ടോർ വാഹന ചട്ട ഭേദഗതി കേരളത്തിലും കർശനമാക്കി. പുതുതായി ഭേദഗതി ചെയ്ത സെൻട്രൽ മോട്ടോർ വാഹന ചട്ടങ്ങൾ 2026 പ്രകാരമുള്ള വാഹൻ ചലാൻ സംവിധാനമാണ് കർശനമാക്കിയിരിക്കുന്നത്. പുതിയ ഭേദഗതി പ്രകാരം ചലാൻ കിട്ടിയാൽ 45 ദിവസത്തിനുള്ളിൽ പിഴയൊടുക്കണം. ഇനി വർഷത്തിൽ 5 അതിലധികമോ നിയമലംഘനം നടത്തിയാൽ വാഹനം ഓടിക്കുന്ന ആളുടെ ലൈസൻസ് റദ്ദു ചെയ്യും. തുടർച്ചയായി നിയമലംഘനം നടത്തുന്ന വാഹനത്തെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി കോടതിയുടെ അനുവാദത്തോടെ മോട്ടോർ വാഹന വകുപ്പിന് കസ്റ്റഡിയിലെടുക്കാം. RTOയ്ക്കാണ് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ അധികാരമുള്ളത്. ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് മുൻപ് വാഹന ഉടമയുടെ ഭാഗം കേൾക്കണമെന്നും പുതിയ ചട്ടത്തിലുണ്ട്. ചെലാൻ ലഭിച്ച 45 ദിവസത്തിനുള്ളിൽ തുക അടയ്ക്കണം. കാലാവധി നീട്ടി നൽകില്ല. ചെലാൻ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയോ ചെയ്യാം. പരാതിയുണ്ടെങ്കിൽ തെളിവുകൾ സഹിതം അപ്പീലും നൽകാം. ഒരു വ്യക്തിക്ക് ചലാൻ ചോദ്യം ചെയ്യണമെങ്കിൽ അയാൾ തന്നെ കോടതിയെ സമീപിക്കണം. മുൻപ് വകുപ്പ് കോടതിയെ സമീപിക്കുമായിരുന്നു. ഇപ്പോൾ തെറ്റ് നടന്നിട്ടില്ലെന്ന് തെളിയിക്കാനുള്ള ബാധ്യത വ്യക്തിക്കായിരിക്കും. 45 ദിവസത്തിനുള്ളിൽ ചോദ്യം ചെയ്തില്ലെങ്കിൽ കുറ്റം സമ്മതിച്ചതായി കണക്കാക്കും. അങ്ങനെയുള്ളവർ 45 ദിവസം കഴിഞ്ഞുള്ള അടുത്ത 30 ദിവസത്തിനുള്ളിൽ തുക അടയ്ക്കേണ്ടി വരും. പരാതി നൽകിയാൽ അത് 30 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണം. പരാതി ശരിയാണെന്ന് കണ്ടാൽ ചലാൻ റദ്ദാക്കും. പരാതി തള്ളുകയാണെങ്കിൽ ഉത്തരവ് വന്ന് 30 ദിവസത്തിനുള്ളിൽ തുക അടയ്ക്കണം. വീണ്ടും കോടതിയെ സമീപിക്കണമെങ്കിൽ ചലാൻ തുകയുടെ 50% കെട്ടിവയ്ക്കണം. പരാതി തള്ളിയിട്ടും 30 ദിവസത്തിനുള്ളിൽ തുക അടയ്ക്കുകയോ കോടതിയെ സമീപിക്കുകയോ ചെയ്തില്ലെങ്കിൽ കുറ്റം സമ്മതിച്ചതായി കണക്കാക്കും. അടുത്ത 15 ദിവസത്തിനുള്ളിൽ തുക അടയ്ക്കുകയും വേണം. ട്രാൻസ്പോർട്ട് കമ്മീഷണർമാരുടെ യോഗത്തിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതി വരുത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ നറുക്കെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. ഒന്നാം സമ്മാനമായ 20 കോടി രൂപ XC 138455 എന്ന ടിക്കറ്റ് നമ്പറിനാണ് ലഭിച്ചത്. മലയാളികൾ കാത്തിരുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. ഒന്നാം സമ്മാനമായ 20 കോടി രൂപ XC 138455 ടിക്കറ്റ് നമ്പറിനാണ് ലഭിച്ചത്. കോട്ടയത്ത് A. സുദീഖ് എന്ന ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. XT 241658, XT
28 68 44, XB 18 24 97, XK 48 90 87, XC 36 25 18 തുടങ്ങി 20 ടിക്കറ്റുകൾക്കാണ് രണ്ടാം സമ്മാനം ലഭിച്ചത്. മൂന്നാം സമ്മാനം 10 ലക്ഷം രൂപ വീതം 20 പേർക്കും ലഭിച്ചു. തിരുവനന്തപുരത്തെ ഗോർക്കി ഭവനിലെ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് വേദിയിലാണ് ബമ്പർ നറുക്കെടുപ്പ് നടന്നത്. 2026 വർഷം നറുക്കെടുക്കുന്ന ആദ്യ ബമ്പർ ലോട്ടറി നറുക്കെടുപ്പാണ് ക്രിസ്മസ് പുതുവത്സര ബമ്പർ. എല്ലാ ബമ്പർ ടിക്കറ്റുകളെയും പോലെ ക്രിസ്മസ് ബമ്പറിലും റെക്കോർഡുകൾ പിറന്നു. ഇത്തവണയും പാലക്കാട് ജില്ലയിലാണ് ഉയർന്ന തോതിൽ വിൽപ്പന നടന്നത്. രണ്ടാം സ്ഥാനം തൃശൂർ ജില്ലയ്ക്കും മൂന്നാം സ്ഥാനം തിരുവനന്തപുരം ജില്ലയ്ക്കുമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ വിറ്റുപോയ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ന്യൂ ലക്കി സെന്റർ എന്ന ഏജൻസിയിൽ നിന്നാണ് ടിക്കറ്റ് വിറ്റിരിക്കുന്നത്. ചില്ലറയായി വിറ്റുപോയ ടിക്കറ്റാണെന്നും വാങ്ങിയയാളെ അറിയില്ലെന്നും സ്ഥാപന ഉടമ അറിയിച്ചു. കേരള ലോട്ടറിയുടെ ക്രിസ്മസ് നവവത്സര ബമ്പറിൻ്റെ ഒന്നാം സമ്മാനമായ 20 കോടി രൂപ അടിച്ചിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലുള്ള ന്യൂ ലക്കി സെൻറ്റർ എന്ന ഈ ഏജൻസിയിൽ നിന്നും വിറ്റുപോയ ടിക്കറ്റിനാണ്. ഈ ഏജൻസിയിലുള്ളവരോട് നമുക്കിതിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. ചേട്ടാ, ഇവിടുന്ന് വിറ്റുപോയ ടിക്കറ്റിനാണ്. എന്നാണ് വിറ്റത്? ആർക്കാണ് കൊടുത്തത്? എങ്ങനെയും എന്തെങ്കിലും നിശ്ചയമുണ്ടോ? ഒരു നിശ്ചയം ആയിട്ടില്ല. കാരണം നമ്മൾ ആദ്യം മുതൽ 2 മാസമായി ബമ്പർ ഇഷ്യൂ ചെയ്തിട്ട് 2 മാസം മുമ്പ് എടുത്തിട്ട ടിക്കറ്റാണ്. ആദ്യം ഫസ്റ്റിലെ നമ്മൾ ഓഫീസിൽ നിന്ന് എടുത്ത ടിക്കറ്റാണ്. അപ്പോൾ അതിൽ നമ്മളൊരു ബുക്ക് ടിക്കറ്റ് എടുത്ത് ആദ്യം തട്ടയിലിട്ടതാണ്. അപ്പോൾ പിന്നെ അത് എപ്പോൾ വിറ്റു എന്ന് പറയാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് പിന്നെയും 2 ദിവസം കഴിഞ്ഞ് വേറെ ബമ്പർ എടുത്തു, അന്നേരം പിന്നെ ഇട്ടു. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ഇങ്ങനെ കുറേശ്ശെ ഇട്ടുകൊണ്ടിരിക്കുന്ന കാരണം നമുക്ക് എപ്പോഴാണ് ഇത് വിറ്റ് പോയതെന്ന് പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് പുറമേ നിന്നുള്ള അയ്യപ്പന്മാരുടെ കച്ചവടം നമുക്ക് ഇവിടെ ഇല്ല. ഇവിടെ ടൗൺ ആയത് കാരണം വണ്ടി നിർത്തത്തില്ല. വണ്ടി നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് വണ്ടി പൊൻകുന്നം വഴിയാണ് തിരിച്ചു വിടുന്നത്. അങ്ങനെ നിർത്തിയുള്ള കച്ചവടം ഇല്ല. അപ്പോൾ പ്രാദേശികമായിട്ട് തന്നെ ആരെങ്കിലും ഈ കാഞ്ഞിരപ്പള്ളി മേഖലയിൽ തന്നെ ആയിരിക്കും. ആദ്യമായിട്ടാണ് ഇവിടുന്ന് ബമ്പറൊക്കെ അടിക്കുന്നത്? ബമ്പർ 2 കൊല്ലം മുമ്പ് ഓണം ബമ്പറിൻ്റെ 1 കോടി അടിച്ചായിരുന്നു. സെക്കൻഡ് പ്രൈസ് 1 കോടി ഇവിടെ തന്നെ ഈ കൗണ്ടറിൽ തന്നെ അടിച്ചായിരുന്നു. നമുക്ക് ഈ ഇത് ബമ്പർ ടിക്കറ്റ് എത്രത്തോളം വിറ്റുപോയിട്ടുണ്ടാവും? ബമ്പർ നമ്മൾ കൗണ്ടറിൽ എത്ര വിറ്റെന്ന് നമ്മൾ കൃത്യമായിട്ട് എഴുതി കിട്ടിയിട്ടില്ല. കമ്പ്യൂട്ടറൊക്കെ നോക്കിയാലേ കുറച്ച് ടിക്കറ്റ് വിറ്റുണ്ട്. നമ്മളിവിടെ ഈ ടൗണിൽ വിട്ട് മാറിയായതുകൊണ്ട് ഒത്തിരി ബമ്പറൊന്നും വിൽക്കത്തില്ല. നമ്മളൊരു 100-150 ബമ്പറിൽ കൊണ്ടൊന്നും വിൽക്കാൻ സാധ്യത കുറവാണ്. അല്ലേ ചേട്ടാ? ഇത്രയൊക്കെ ഉള്ളൂ. ഏതായാലും ആരും ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടൊന്നുമില്ല സമ്മാനം അടിച്ച? ഇല്ല. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇപ്പോൾ ഒരു ലോട്ടറി വിൽപ്പന? ഇപ്പോൾ ഈ പ്രൈസ് നിരക്കൊക്കെ കൂട്ടിയ പിന്നെ പ്രൈസ് കാരണം പുതിയ GST കാര്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കച്ചവടം നഷ്ടത്തിലാണ് വരുന്നത്. ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് നമുക്ക് 1 രൂപ ലാഭം കിട്ടിയിട്ടില്ല. 1 വർഷമായിട്ട് ഈ കച്ചവടം ചെയ്യുന്നതിനകത്ത് 1 രൂപ പോലും ലാഭം കിട്ടിയില്ല, കടമല്ലാതെ. ഏറെ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ലോട്ടറി അടിച്ചപ്പം കുറച്ച് സന്തോഷം, വളരെ സന്തോഷം. കാരണം എന്തായാലും ഈ GST കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിക്കണമെന്ന കമ്മീഷൻ ഇല്ല. കച്ചവടം 50 രൂപ ടിക്കറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേന് കച്ചവടം വളരെ കുറവാണ്. നമ്മളൊരു 10-300 ടിക്കറ്റ് ഇടും, 300 ടിക്കറ്റ് ഇടുമ്പം അതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് ലാഭം കിട്ടിയാൽ 1800 രൂപ കിട്ടണം. പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് ഒരിക്കലും കിട്ടില്ല. അതിനകത്ത് ഡിസ്കൗണ്ടും കാര്യമെല്ലാം ഡെയിലി 50 ടിക്കറ്റ് 60 ടിക്കറ്റ് മീതിയാണ്. നമുക്ക് ലാഭം കിട്ടുന്നില്ല. വാടക കൊടുക്കാനും ശമ്പളം കൊടുക്കാനും കിട്ടുന്നില്ല. എത്ര പേരുണ്ട് ഇവിടെ ഈ കടയിൽ? ഞാനും എൻ്റെ സഹോദരനും മാത്രം. നിങ്ങൾ 2 പേരാണ്? അത്രയേ ഉള്ളൂ. പേരെങ്ങനെയാണ്? എൻ്റെ പേര് സുദീഖ്. ശശി. എങ്ങനെയുണ്ട്? ഒരു സന്തോഷമാണോ? സന്തോഷമാണ്. ഒത്തിരി നാളത്തെ ശേഷമാണ് ഒരു ബമ്പർ വീണ്ടും ഇവിടെ വരുന്നത്. ഞാൻ 2 കൊല്ലം മുമ്പ് 1 കോടി ഇവിടെ അടിച്ച. രണ്ടാം സമ്മാനമായിരുന്നു. ഒന്നാം സമ്മാനം ആദ്യമായിട്ട് അടിക്കുന്ന ഇവിടെ ഈ കടയിൽ. ഇതുവരെ ആരും എത്തിയില്ല. അവകാശം വരാൻ സാധ്യതയില്ല. എന്നാലും ഈ കാനപ്പള്ളി പ്രദേശത്തുള്ള ആരെയും. സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ആദ്യ ഭാര്യ പ്രമീള നായരെക്കുറിച്ചുള്ള MT സ്പേസ് ബാഷ്പീകൃതിയുടെ 6ാം വിരൽ എന്ന പുസ്തകത്തിനെതിരെ MTയുടെ കുടുംബത്തിന്റെ അനുമതിയില്ലാതെ എഴുതിയ പുസ്തകം MTയെ അപകീർത്തിപ്പെടുത്താനുള്ളതാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും മകൾ അശ്വതി അമൃത ന്യൂസിനോട് പറഞ്ഞു. എന്നാൽ MTയെക്കുറിച്ചുള്ള പുസ്തകമല്ല ഇതെന്നും അതുകൊണ്ട് അനുവാദം വാങ്ങേണ്ടതില്ലെന്നും ഏത് ഭാഗമാണ് മകളെ വേദനിപ്പിച്ചതെന്ന് പറഞ്ഞാൽ പരിശോധിച്ച് തിരുത്താമെന്നും രചയിതാവായ ദീദി ദാമോദരൻ പ്രതികരിച്ചു. MTയുടെ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിത സഖിയായി മാറുകയും ചെയ്ത എഴുത്തുകാരിയാണ് പ്രമീള നായർ. അവരുടെ ജീവിതമാണ് MT സ്പേസ് ബാഷ്പീകൃതയുടെ 6ാം വിരൽ എന്ന പുസ്തകം. ദീദി ദാമോദരനും എച്ചുമുക്കുട്ടിയും ചേർന്നാണ് പുസ്തകം എഴുതിയത്. ഈ പുസ്തകത്തിനെതിരെയാണ് MTയുടെ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. MTയും പ്രമീള നായരും മരിച്ച ശേഷം പ്രസിദ്ധീകരിച്ച പുസ്തകം MTയെ അപകീർത്തിപ്പെടുത്താനുള്ളതാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പുസ്തകം പുറത്തിറക്കാൻ MTയുടെയും പ്രമീളയുടെയും മകളായ സിത്താരയുടെ അനുമതി വാങ്ങിയിട്ടില്ലെന്നും പുസ്തകത്തിന്റെ രചയിതാക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും MTയുടെ മകൾ അശ്വതി പ്രതികരിച്ചു. മലയാളം വായിക്കാൻ അറിയുന്ന ആർക്കും ആ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. പുസ്തകത്തിന്റെ ഉദ്ദേശം
പ്രമീള നായരുടെ പേരിൽ ഒരു പുസ്തകം എഴുതുക, പക്ഷേ മറുവശത്ത് MTക്ക് എതിരെ പലതും പറയുക എന്നുള്ളതാണ്. റൈറ്റ് ഫ്രം ദ ടൈറ്റിൽ empty സ്പേസസ് എന്നുള്ള അതിൻ്റെ ഫോണ്ട് അറേഞ്ച്മെൻറ്റ് മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ അധിക്ഷേപം ആരംഭിക്കുന്നുണ്ട്. സിത്താര തന്നെ നിഷേധിച്ച പല കാര്യങ്ങളും ജീവചരിത്രത്തിൽ ആ കുട്ടി തന്നെ നിഷേധിച്ച, അതായത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ആ കുട്ടി തന്നെ പറഞ്ഞ കാര്യങ്ങളും അവർ മുഖവിലയ്ക്ക് പോലും എടുക്കാതെ ഇതിൽ തിരികെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ്ലി അച്ഛനെ ഒരു സ്ത്രീ വിരോധിയായിട്ട് ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ പുസ്തകം. അവർ വിത്ഡ്രോ ചെയ്യുകയാണെങ്കിൽ വിത്ഡ്രോ ചെയ്യട്ടെ, അല്ലെങ്കിൽ എന്താ വേണ്ടതെന്നുള്ളത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. അതേസമയം MTയെ കുറിച്ചല്ല പുസ്തകം എഴുതിയതെന്നും അതുകൊണ്ട് തന്നെ അനുമതി വാങ്ങേണ്ട ആവശ്യമില്ലെന്നും ദീദി ദാമോദരൻ പ്രതികരിച്ചു. ഏതു ഭാഗമാണ് മക്കളെ വേദനിപ്പിച്ചതെന്ന് പറഞ്ഞാൽ പരിശോധിച്ച് തിരുത്താമെന്നും ദീദി ദാമോദരൻ പറഞ്ഞു. അമൃത ന്യൂസ്, കോഴിക്കോട്. T20 ലോകകപ്പിൽ ബംഗ്ലാദേശിന് പകരം സ്കോട്ട്ലൻഡ് കളിക്കും. ഗ്രൂപ്പ് സിയിലായിരിക്കും സ്കോട്ട്ലൻഡ്. ഇന്ത്യയിൽ കളിക്കാനാവില്ലെന്ന് ബംഗ്ലാദേശ് ആവർത്തിച്ചതോടെയാണ് ICCയുടെ നടപടി. ലോകകപ്പിൽ കളിക്കാതിരിക്കുന്നതോടെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന് കോടികളുടെ വരുമാന നഷ്ടമുണ്ടാകും. BCBയുടെ വാർഷിക വരുമാനത്തിൽ 60% നഷ്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. സന്തോഷ് ട്രോഫി രണ്ടാം മത്സരത്തിൽ കേരളത്തിന് സമനില. കേരളവും കരുത്തരായ റെയിൽവേസും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിയുകയായിരുന്നു. ആദ്യ പകുതിയിൽ ഓൺ ഗോളിൽ കേരളം ലീഡെടുത്തെങ്കിൽ നിശ്ചിത സമയം അവസാനിക്കാൻ 10 മിനിറ്റ് ബാക്കി നിൽക്കെ മലയാളി താരം PK ഫസീനിലൂടെ റെയിൽവേസ് സമനില പിടിച്ചു. ആദ്യ മത്സരത്തിൽ കേരളം പഞ്ചാബിനെ 3-1 തോൽപ്പിച്ചിരുന്നു. ഗ്രൂപ്പ് ബിയിൽ 26-ന് ഒഡീഷയുമായാണ് കേരളത്തിന്റെ അടുത്ത മത്സരം. നിലവിൽ 4 പോയിന്റാണ് കേരളത്തിനുള്ളത്. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുന്നു.